ഹലോ ഗൈസ്, അപ്പോൾ അത് രാവിലെ തന്നെ ഞങ്ങളൊരു ചായക്കടയുടെ മുമ്പിലാട്ടോ ഇരിക്കണേ. ഇതെൻ്റെ അനിയനാട്ടോ, അതെൻ്റെ മമ്മിയും. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് അവിടെ വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ 3 ചായ ഓർഡർ ചെയ്തു. പിന്നെ ഓരോ ഉഴുന്നുവടയും ഓർഡർ ചെയ്തിട്ടു. കുഞ്ഞാറ് നല്ല ഉറക്കമായിരുന്നേ. അപ്പോൾ എഴുന്നേറ്റവള് ഒരു ചായയും ഉഴുന്നുവടയും കഴിച്ചിട്ട് ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ നേരെ പോയത് മലയാറ്റൂരിലേക്കാണ് കേട്ടോ. അങ്ങനെ തിരിയൊക്കെ വാങ്ങിച്ച് തിരിയൊക്കെ കത്തിച്ച് തോമാശ്ലീഹ കയറാനുള്ള ശക്തി തരണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ മല കയറാൻ തുടങ്ങി കേട്ടോ. അവനാണ് കേട്ടോ കൊച്ചിനെ എടുത്തുകൊണ്ട് നടന്നത്. മല കയറാനായിട്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ 7:15 കയറാൻ തുടങ്ങിയിട്ട് 8:20 ഞങ്ങൾ അവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ മലയൊക്കെ കയറി. അവനാണ് കേട്ടോ കൊച്ചിനെ മൊത്തം എടുത്തുകൊണ്ട് നടന്നത്. അവനൊക്കത്തും തലയിലും കഴുത്തുമേയും കയ്യിലൊക്കെ വെച്ചുകൊണ്ടാണ് കേട്ടോ കൊച്ചിനെ കൊണ്ട് നടന്നത്. അങ്ങനെ ക്ഷീണിച്ചൊരു സ്ഥലത്ത് നിന്ന് കുറച്ച് നേരം എവിടെ ഇരുന്നില്ല കേട്ടോ ഞങ്ങൾ. അങ്ങനെ കുറച്ച് നേരം ഞാൻ കൊച്ചിനെ എടുത്തു കേട്ടോ. അപ്പോൾ അവനത് വീഡിയോ ആക്കി എടുത്തേ. എന്നിട്ട് ഈ കാണുന്ന ഞാനൊന്നും എടുത്തുകൊണ്ട് നടന്നില്ല കേട്ടോ, അവനാണ് കേട്ടോ മൊത്തം എടുത്തുകൊണ്ട് നടന്നത്. അങ്ങനെ ഞങ്ങൾ മലയൊക്കെ കയറിയിട്ടോ. ഇതാട്ടോ മലയുടെ മുകളിലുള്ള സീന്. നല്ല പ്രകൃതി ഭംഗിയായിരുന്നു കേട്ടോ മലയുടെ മുകളിൽ നിന്ന് കാണാനായിട്ട്. ഇതാട്ടോ അവിടുത്തെ പള്ളി. ഞങ്ങൾ പോയപ്പോൾ 9:30 കുർബാന ഉണ്ടായിരുന്നേ. ഇതാട്ടോ അവിടുത്തെ പൊന്നും കുരിശ്. പിന്നെ ഈ കാണുന്നത് പണ്ട് ആന കുത്തിയതാ പള്ളിക്ക് എന്നാണ് ചരിത്രം നമ്മളോട് പറയണേ കേട്ടോ. ഇത് തോമാശ്ലീഹയുടെ കാൽപ്പാടുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെ ഒരു ചെറിയൊരു കിണറുണ്ട്. ആ കിണറിൽ വെള്ളം കോരാനായിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ കിണർ. എന്തോരം കോയിനുകൾ അതിനകത്ത് കിടക്കുന്നതെന്നറിയോ. വരുന്നവർക്ക് നേർച്ച ഇടുന്നത് അതിനകത്താണ് കേട്ടോ. പിന്നെ അതിനകത്ത് ഞങ്ങൾ വെള്ളം കോരി കുപ്പിയിൽ നിറച്ചിട്ട് അങ്ങനെ മല ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. മല ഇറങ്ങി അവനാണ് കേട്ടോ മൊത്തം കൊച്ചിനെ എടുത്തുകൊണ്ട് മല ഇറങ്ങിയത്. എനിക്ക് നടക്കാനുള്ള ശക്തിയേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനങ്ങനെ ചെരുപ്പൊക്കെ കയ്യിൽ ഊരി പിടിച്ച് ഞാൻ മല ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഒരു കരിമ്പും ജ്യൂസും കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് എറണാകുളത്തേക്ക് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.